അംബാസിഡർ കാർ മാത്രമല്ല, ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരുപാട് സാധനങ്ങൾ, ഇപ്പൊ എന്റെ ഫോണൊക്കെ പഴയതാ. അപ്പൊ ഇങ്ങനെ എന്നല്ല, എനിക്ക് അങ്ങനെ അത്തരം സാധനങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ഇപ്പൊ എനിക്കൊരിക്കലും അംബാസിഡർ കാർ കളഞ്ഞിട്ട് ഒരു പുതിയ കാറിലേക്ക് പോകാനൊന്നും അങ്ങനെ ഒരു താല്പര്യമില്ല. പിന്നെ ഞാനതങ്ങ് മറന്നും കളയും. ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങുന്ന കാറുകളെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ അത്രയും ബോധേഡല്ല. അപ്പൊ അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ കാറും ഭാര്യയും മക്കളും ഒക്കെ ഇങ്ങനെ സെയിം ആണോ കാറും ഭാര്യയും മക്കളും ഒക്കെ സെയിം ആണല്ലേ? അപ്പൊ ഈ ഭാര്യയും മക്കളും ഒക്കെ പറയാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോ ഈ അംബാസിഡർ ഒന്നും അല്ല, കുറച്ചുകൂടെ നമുക്കൊന്ന് ഉയരണം എന്നൊക്കെ പറയാറില്ലേ? ഭാര്യയും മക്കളും അതിനകത്ത് കയറാറില്ല. അവർക്ക് ഭയങ്കര ചമ്മലാണ് അതിനകത്ത് വരാനൊക്കെ. അല്ല, ഭാര്യ കയറിയിട്ടേ ഇല്ല. മക്കള് മോളൊക്കെ ചിലപ്പോ നിവൃത്തികേടുണ്ട്, മോന് കുഴപ്പമില്ല. അമ്മക്ക് രണ്ടുപേരും അതിനകത്ത് കയറും, അവർക്ക് ഇഷ്ടമാണ്. അതൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആക്കി അവരങ്ങ് എടുത്ത്. മോളെ ചിലപ്പോ കോളേജിലൊക്കെ കൊണ്ടുപോയി വിടാനായിട്ട് പോയാല് അവൾക്കൊരു ചമ്മലാണ്. പക്ഷെ എനിക്കിങ്ങനെ കാണാം, കോളേജിൽ കൊണ്ടുപോയി വിടുന്ന സമയത്ത് ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഇതിന്റെ വീഡിയോ എടുക്കണ്ടാവും, അവര് വന്ന് അടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. കാരണം കുട്ടികൾക്ക് ഇതൊരു എന്താ പറയാ, ഒരു ആന്റിക് പീസ് പോലെയാണ്, അതിന്റെ ഒരു കൗതുകം ഉണ്ടാവും. പക്ഷെ ഇവൾക്ക് ഭയങ്കര ചമ്മലാണത്. എനിക്കെല്ലാം പഴയ, ഇപ്പൊ ആലുവയിൽ ഞാൻ താമസിക്കുന്ന വീട് ഒരുപാട് പഴയതല്ല, അത് 4-5 വർഷം പഴക്കമുള്ള വീടാണ്. പക്ഷെ അവിടെ ഉള്ള എല്ലാ സാധനങ്ങളും പഴയതാ. വീട് ഉണ്ടാക്കിയിരിക്കുന്നതും ഒക്കെ പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ്. പഴമയോട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ സ്ഥലത്ത് പോയാലും ഒക്കെ അത്തരം സാധനങ്ങളും അങ്ങനത്തെ സ്ട്രീറ്റ്, അങ്ങനത്തെ മാർക്കറ്റ്, അതൊക്കെ കാണാനാണ് എപ്പോഴും ഇഷ്ടം. എന്റെ ഇന്റർവ്യൂസ് പലതും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഇക്ക എന്നെ കുറിച്ച് നോട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? മുഖക്കുരു. ഒരുപാട് മുഖക്കുരുള്ള ഒരു കുട്ടിയാണെന്ന് ഇങ്ങനെ. ഇപ്പൊ അത്രയും മുഖക്കുരു കാണുന്നില്ല. അതെ, ഇതെല്ലാം മേക്കപ്പ് ആയിട്ടാ, ഇതെല്ലാം മേക്കപ്പ്. അല്ല, അപ്പൊ ഞാൻ അതല്ല പറയാൻ വന്നത്. ഈ ഇന്റർവ്യൂ ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഈ കൊച്ചിനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഒരു 2 അഡ്വൈസ് അങ്ങ് കൊടുത്തേക്കാം എന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഒറ്റ അഡ്വൈസേ കൊടുക്കാനുള്ളൂ, ആരെ അഡ്വൈസ് ചെയ്യാൻ പോകരുത്. അല്ലെങ്കിൽ ഉപദേശം ആർക്ക് കേൾക്കണം? ഇഷ്ടമല്ല, അവർക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ അറിയാം. ഇപ്പൊ വീണ ഈ ഒരു മേഖലയിൽ ശ്രദ്ധിക്കപ്പെട്ടു വരുന്ന എത്രയോ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്തിട്ടൊക്കെയാണ്. അപ്പൊ അവർക്കറിയാം അതിലെന്ത് വരണമെന്നുള്ളത്. ഞാൻ എന്നെ എങ്ങനെ നന്നാക്കാം എന്നുള്ളത് ആലോചിക്കാന്നല്ലാതെ വേറെ ആളെ ഉപദേശിക്കാനേ പോകരുത്. മക്കളെ ഉപദേശിക്കാറുണ്ടോ? ഉപദേശിക്കാറില്ല. ഇന്നതുപോലെ ചെയ്തുകൊള്ളണം എന്നൊന്നും പറയാറില്ല. അവരോട് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ നടത്തും, എന്താണ് നിങ്ങളുടെ അങ്ങനെ പലപ്പോഴും. പക്ഷെ അങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ എനിക്കാണ് കൂടുതൽ കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത്. നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കുട്ടികൾക്കൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുകളും എല്ലാവരും, ഇപ്പൊ എന്റെ മക്കളെന്ന് മാത്രമല്ല, നമ്മളിപ്പോ സിനിമയിൽ തന്നെ അഭിനയിക്കാനൊക്കെ വരുന്ന പുതിയ കുട്ടികളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ അറിയാം. ഇപ്പൊ ഒന്നും വേണ്ട, ഇന്നലെ നമ്മള് അപർണ ബാലമുരളിയാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല നടി. എത്ര വയസ്സുണ്ട് ആ കുട്ടിക്ക്? ആ പ്രായത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും നല്ല നടിയായിട്ട് അഭിനയിക്കാനുള്ള പക്വത ആ കുട്ടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പൊ ആ അപർണ ബാലമുരളിയെ ഞാനാണോ പോയി ഉപദേശിക്കേണ്ടത്? അപ്പൊ അതാണ് ഞാൻ അങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു.